ജീവൻ ടി വി പ്രേക്ഷകർക്ക് ദി ട്രൂത്തിൻ്റെ 9th എപ്പിസോഡിലേക്ക് സ്വാഗതം. ദി ട്രൂത്ത് അഥവാ സത്യം. ദൈവത്തെ ആവാഹിച്ച് ഏതെങ്കിലും മന്ദിരങ്ങളിലോ കെട്ടിടങ്ങളിലോ കുടിയിരുത്തുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ അവിടെയും ഇവിടെയും ദൈവശക്തി ഉണ്ട്. അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, വിസ്മയങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് മനുഷ്യൻ പൂജകളും അർപ്പണങ്ങളും നടത്തുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ ദൈവം ഇവ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വിഷയങ്ങളെക്കുറിച്ച് ബ്രദർ രാജൻ തോമസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങൾ ചാനൽ 7 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദി ട്രൂത്ത് അഥവാ സത്യം. ദ ട്രൂത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും നമസ്കാരം. നാം കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് ഒരു ദൈവം ഉള്ളതിൻ്റെ ബൗദ്ധ്യമായ ചില തെളിവുകളാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് ചില പരിമിതികളുണ്ട്. സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിനെ മനസ്സിലാക്കണമെങ്കിൽ അതിനുവേണ്ടി ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന മാധ്യമങ്ങളിലേക്ക് നാം കണ്ണോടിക്കേണ്ടിയിരിക്കുന്നു. സൃഷ്ടിക്ക് സൃഷ്ടാവിനെ മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും ധാരാളം പരിമിതികളുണ്ട്. ആയതിനാൽ സൃഷ്ടിതാവായ ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ സ്വയം വെളിപ്പെടുത്തിയിരിക്കുന്നതായ സംഗതികളിലേക്ക് നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ സകല പ്രപഞ്ചവും സൃഷ്ടിച്ചു എന്നുള്ളതായ വാക്യസംഗം കൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ഒരു ദൈവം ഉണ്ട് എന്നുള്ളതിന് പ്രത്യേകമായ അതിനെക്കുറിച്ച് വാദിപ്പാനായിട്ടോ തെളിവുകൾ നിരത്തുവാനായിട്ടോ ഒന്നുമല്ല ബൈബിളിൻ്റെ ആദ്യ എഴുത്തുകാരൻ അവിടെ തുനിഞ്ഞത്. ദൈവം അവൻ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നതായ ആ മനോഹരമായ ആ വളരെ ആധികാരികമായ ആ സ്റ്റേറ്റ്മെൻറ്റോടു കൂടിയാണ്. ഏതാണ്ട് 3400 വർഷങ്ങൾക്ക് മുമ്പാണ് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് ഈ കാര്യം എഴുതി വച്ചത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തെക്കുറിച്ച്, പ്രവർത്തന ശൈലിയെക്കുറിച്ച് ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. അന്ന് 3400 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് മുമ്പോ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ പലതരത്തിലുള്ളതായ ആരാധനാ സമ്പ്രദായങ്ങളും തരത്തിലുള്ളതായ ജാതീയമായ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതായ സമയമായിരുന്നു. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കാതെ ഇരുന്നതായ ഒരു കാലത്ത് ഇതാ ജീവനുള്ള ദൈവം, സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ ആരംഭിക്കുന്നു. സ്വയം ഭൂവും, മറ്റൊരു ഭാഷ പറഞ്ഞാൽ ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനും സ്വയം സ്ഥിതി ചെയ്യുന്നവനുമാണ് ദൈവം. ദൈവത്തെ ആരും സൃഷ്ടിച്ചതല്ല. ദൈവം സൃഷ്ടിച്ചതായ പ്രപഞ്ചത്തിനും സകല സൃഷ്ടികൾക്കും നിലനിൽക്കുവാൻ സൃഷ്ടിതാവിൻ്റെ ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ ഉത്ഭവവും മാത്രമല്ല നിലനിൽപ്പും തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായ വസ്തുതയാണ്. യെശയ്യാവ് എന്ന് പറഞ്ഞതായ ഒരു പ്രവാചകൻ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് 750 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനം താൻ അവിടെ സംസാരിക്കുകയാണ്. നിനക്കറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നതുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. നോക്കുക, ഇത്ര ശ്രേഷ്ഠനായ ബലവാനായ ഒരു ദൈവത്തെയാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 28ഉം 29ഉം വാക്യങ്ങളാണ് ഈ സകലങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ നിലയിൽ ജീവനും മാത്രമല്ല സർവശക്തിമാനുമായ ദൈവത്തെക്കുറിച്ചാണ് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് വെളിപ്പെടുത്തുന്നതിരിക്കുന്നത്. ഒരേ സമയത്ത് തന്നെ എല്ലായിടത്തും തൻ്റെ സാന്നിധ്യം ഉള്ളവനാണ് ദൈവം. താൻ എല്ലായിടത്തുമുണ്ട്. ഇതിനെ സർവ്വവ്യാപിത്വം എന്ന് പറയുന്നു. ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം എന്ന സ്വഭാവ വിശേഷമാണത്. ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു. സങ്കീർത്തനങ്ങൾ 139-ൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും?
ഞാൻ സ്വർഗത്തിൽ കയറിയാൽ ഞാൻ അവിടെ ഉണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. ഒരേ സമയത്ത് തന്നെ എല്ലായിടത്തും സാർവവ്യാപികമായിട്ട് എല്ലായിടത്തും സാന്നിധ്യമുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ സർവവ്യാപിത്വം എന്നുള്ളതായ സ്വഭാവവിശേഷമാണ് ഇത്. ബൈബിൾ പറയുന്നു, സങ്കീർത്തനങ്ങൾ 139-7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വത്തെ ബൈബിള് പഠിപ്പിക്കുന്നത്. ദൈവം എല്ലായിടത്തുമുണ്ട്. പക്ഷേ ദൈവം ഏതിലും എന്തിലും തൂണിലും തുരുമ്പിലും വസിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സർവവും ദൈവമാണ്, സർവത്തിനും ദൈവമുണ്ട് എന്നുള്ളത് വിശ്വദേവതാവാദമാണ്. പാന്തിസം എന്ന് ആംഗലേയ ഭാഷയിൽ പറയും. ഇത് പ്രബലമായിട്ട് ചിന്തിക്കുന്നതായ അനേകർ, പ്രത്യേകിച്ച് ഈ പൗരസ്ത്യ ദേശങ്ങളിൽ ഉണ്ട്. അങ്ങനെയുള്ളതായ തത്വശാസ്ത്രങ്ങളും അങ്ങനെയുള്ളതായ ആശയങ്ങളും പുരാതന കാലം തൊട്ടേ പഠിപ്പിച്ചിരുന്നു. തൂണിലും തുരുമ്പിലും ദൈവം വസിക്കുന്നു എന്നുള്ളതായ ആശയം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം എന്ന് പറയുന്നത് തൂണിലും തുരുമ്പിലും ദൈവം വസിക്കുന്നു എന്നുള്ളതായ ആശയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രസ്തുത ചിന്തയും ആശയവുമാണ് എന്ന് പറഞ്ഞാൽ ദൈവം തൂണിലും തുരുമ്പിലും വസിക്കുന്നു എന്നുള്ളതായ ആശയമാണ് മനുഷ്യനെ സൃഷ്ടിയിൽ കാണുന്നതായ അനേക വസ്തുക്കളെയും മൃഗങ്ങളെയും ശക്തികളെയും ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ദൈവത്തെ ആവാഹിച്ച് ഏതെങ്കിലും ഒരു വിഗ്രഹരൂപത്തിലാക്കി അതിനെ നമസ്കരിക്കുക, പൂജിക്കുക, അർപ്പണങ്ങൾ ചെയ്യുക, പൂജകൾ നടത്തുക എന്നുള്ളതായ കാര്യം, ഈ ദൈവം എല്ലായിടത്തും വസിക്കുന്നു അല്ലെങ്കിൽ ദൈവം തൂണിലും തുരുമ്പിലും വസിക്കുന്നു എന്നുള്ളതായ ആശയത്തിൻ്റെ പരിണത ഫലങ്ങളാണ്. അവയെല്ലാം തന്നെ സൃഷ്ടിതാവിനെ അല്ല അവിടെ സ്നേഹിക്കുകയോ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യുന്നത്, ദൈവം സൃഷ്ടിതായ സൃഷ്ടികളിൽ ദൈവം വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൃഷ്ടികളെ ഭജിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിലുള്ളതായ ഈ പ്രവണത മനുഷ്യരുടെ ഹൃദയത്തിൽ ഉദിക്കുന്നതായ ആ ഭയത്തിൻ്റെയും ആശ്രയബോധത്തിൻ്റെയും പരിണത ഫലങ്ങളാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. തന്നേക്കാൾ ഉന്നതമായ ഒരു ശക്തിയെ, ഒരു അമാനുഷ്യ ശക്തി, അങ്ങനെ ഒരു അമാനുഷ്യ ശക്തി ഉണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുക. തന്നെ പേടിപ്പിക്കുന്നതായ ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിനെ ഭയപ്പെടുക, അതിനെ ആരാധിക്കുക, അതിനെ പൂജിക്കുക. ഈ കാര്യമാണ് മനുഷ്യനെ വിഗ്രഹാരാധി ആക്കി മാറ്റിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ മനുഷ്യനിൽ ഉള്ളതായ ദൈവീയ സത്തയുടെ ദൈവീയ ഭയത്തിൻ്റെ പരിണാമപരമായിരുന്നേക്കാം. പക്ഷേ ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കാതെ ഈ സൃഷ്ടിയുള്ളതായ അനേക കാര്യങ്ങളെ ഭജിക്കുകയും മാത്രമല്ല പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതായ വിഗ്രഹാരാധന സംബന്ധമായ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 1-ാം അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ വെളിപ്പെടുത്തി: ദൈവത്തിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. ചുറ്റുമുണ്ടായിരുന്നതായ ഒരു കൂട്ടം വിഗ്രഹാരാധികളായ മനുഷ്യരെ നോക്കിക്കൊണ്ട്, അങ്ങനെയുള്ളതായ ജനത്തെ നോക്കിക്കൊണ്ട്, സമൂഹത്തെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചേതനയാൽ എഴുതപ്പെട്ടതായ വാക്യമാണ്: ജീവനുള്ള ദൈവത്തിൻ്റെ സത്യം വ്യാജമാക്കിക്കൊണ്ട് സൃഷ്ടിച്ചവനേക്കാൾ, സൃഷ്ടിതാവായ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് സൃഷ്ടികളെ ഭജിക്കുന്നതായ ആ പ്രക്രിയ, അങ്ങനെയുള്ളതായ പ്രവണത. മാത്രമല്ല പുരാതന കാലമേ വിഗ്രഹാരാധികളായിരുന്നതായ ഒരു ജനതയോട് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പിടിയായ കെട്ടിടങ്ങൾ വാസം ചെയ്യുന്നില്ല. നോക്കുക, എത്ര സ്പഷ്ടമായിട്ടാണ് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം ഏതെങ്കിലും കൈപ്പിടിയായതായ ഏതെങ്കിലും കെട്ടിടങ്ങളിലോ ഏതെങ്കിലും പ്രദേശങ്ങളിലോ ഏതെങ്കിലും വസ്തുതകളിലോ ഒരിക്കലും വസിക്കുന്നില്ല. ആയതിനാൽ
ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം വിശ്വദേവതാ വാദത്തിൽ ഉൾപ്പെടുന്നില്ല. പാന്തസം അല്ല ദൈവത്തിൻ്റെ സർവ്വവ്യാപിത്വം എന്നുള്ളതായ സത്യം. മൃഗങ്ങളിലോ വസ്തുക്കളിലോ കെട്ടിടങ്ങളിലോ ആവാഹിച്ച് വെച്ച് ആരാധിക്കുവാനായിട്ട് കഴിയാത്തവനാണ് ജീവനുള്ള ദൈവം എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിൽ, ഏതെങ്കിലും പ്രത്യേക പ്രദേശങ്ങളിൽ ഏതോ അമാനുഷ്യ ശക്തി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരാധിക്കുകയും അർപ്പണങ്ങൾ അർപ്പിക്കുകയും മാത്രമല്ല പൂജകൾ നടത്തുകയും ചെയ്യുന്നത് അത് ജീവനുള്ള ദൈവത്തെയല്ല, അത് മറ്റുള്ളതായ ചില ശക്തികളെ ആയിരുന്നേക്കാം. അവിടെ ദൈവസാന്നിധ്യം ഇല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതായ ഒരു വസ്തുതയാണ്. അമാനുഷികമായ ഏതെങ്കിലും അത്ഭുതങ്ങളോ അടയാളങ്ങളോ സംഭവങ്ങളോ നടന്നാൽ അതെല്ലാം ദൈവത്തിൽ നിന്ന് ആണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ അമാനുഷ്യമായ സംഗതികൾ, വിശദീകരിക്കാനാവാത്തതായ ചില സംഭവങ്ങൾ, ചില ഫീലിങ്സ്, ചില സ്വപ്നങ്ങളായിരുന്നേക്കാം, ഒരുപക്ഷെ ചില അത്ഭുതങ്ങളായിരുന്നേക്കാം, ചില അടയാളങ്ങളായിരുന്നേക്കാം. ആ കാര്യങ്ങൾ വരുമ്പോൾ സാധാരണ നീ ചിന്തിക്കുന്നത് ഇതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ഒരിക്കലുമല്ല. അവയെല്ലാം ജീവനുള്ള ദൈവത്തിൽ നിന്നും വരുന്നതായ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ആയിരിക്കണമെന്നില്ല. അങ്ങനെയുള്ളതായ സ്ഥലങ്ങൾക്ക് എന്തെങ്കിലും പ്രാധാന്യം കൊടുത്ത് അവിടെ എന്തെങ്കിലും സ്ഥാപിച്ച് അവിടെ ആരാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതായ വസ്തുതയായിട്ട് ഇരിക്കുന്നില്ല. ജീവനുള്ള ദൈവം അങ്ങനെയുള്ളതായ ആരാധനകളോ അങ്ങനെയുള്ളതായ അർപ്പണങ്ങളോ ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ളതായ അമാനുഷ്യമായ സംഗതികൾ, വിശദീകരിക്കാത്തതായ സംഭവം നടക്കുന്നത് അത് ദൈവത്തിൽ നിന്നല്ലെങ്കിൽ അത് എവിടെ നിന്നാവാനായിട്ടാണ് സാധ്യത? നാം ഓർക്കണം, മനുഷ്യനേക്കാൾ ഉയർന്നതായ ആ ശക്തികൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം അത്യുന്നതനായിരിക്കെ ദൈവത്തിൻ്റെ ആ അത്യുന്നതയ്ക്കുന്ന താഴെ മനുഷ്യനേക്കാൾ ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്നതായ ചില എലിമെൻറ്റ്സ്, ചില പ്രവർത്തനങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ബൈബിൾ അതിനും വിശദീകരണം നൽകുന്നുണ്ട്. അത് ദൈവം ഒരു കാലത്ത് സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ദൂതനായിട്ട് ആയിരുന്നതായ ആ ദൂതൻ അവൻ സാത്താനായിട്ട് പിശാചായിട്ട് മാറിയപ്പോൾ പിശാചും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ ദൂതന്മാരും ഒരു പൈശാചിക ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി അതൊന്നും നിലനിൽക്കുന്നതായ ഒരു വസ്തുതയാണ്. അപ്പോൾ അവൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ള വ്യക്തിയല്ല, എന്നാൽ മനുഷ്യ ആ തലത്തിൽ ഉയർന്നതായ വ്യക്തിയാണ് ഈ പൈശാചിൻ്റെ പ്രവർത്തനങ്ങളും പിശാചും. അപ്പോൾ ആ പിശാച് അമാനുഷ്യമായ ചില സംഗതികളും മനുഷ്യനെ കൊണ്ട് വിശദീകരിക്കാത്തതായ ചില പ്രതിഭാസങ്ങളും ചില പ്രക്രിയകളും ഈ പ്രപഞ്ചത്തിൽ നടക്കുമ്പോൾ ആ കാര്യങ്ങൾ മനുഷ്യൻ കാണുകയും വീക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പൂജിക്കത്തക്ക രീതിയിൽ പിശാചിനെയും സാത്താനെയും അവിടെ ദൂതന്മാരെയും അവിടെ വിഗ്രഹങ്ങളായിട്ടും മറ്റ് പല രീതിയിൽ അവിടെ ആരാധിക്കുന്നതായിട്ടും നമിക്കുന്നതായിട്ടും നമസ്കരിക്കുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവയൊന്നും തന്നെ ജീവനുള്ള ദൈവവുമായിട്ടോ ജീവനുള്ളതായ ദൈവവുമായിട്ടുള്ള ആരാധനയായിട്ടോ ബന്ധവുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം കൂലങ്കഷമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന നഗ്നമായ സത്യമാണ്. ഇത്തരത്തിലുള്ളതായ പ്രതിഭാസങ്ങളുടെ ഫലമായിട്ടാണ് ആനിമിസം, വിശ്വാത്മവാദം എന്നുള്ളതായ ഒരു ചിന്താഗതി ഉടലെടുത്തിരിക്കുന്നത്. ആ ചിന്താഗതി ഇങ്ങനെയാണ് അതിനെ നിർവഹിച്ചിരിക്കുന്നത്: ശരീരരഹിതങ്ങളായ ആത്മാക്കളെ കൊണ്ട് പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നു. അവ മനുഷ്യനുമായി കൂടിച്ചേർന്ന് അവൻ്റെ വർത്തമാന ജീവിതത്തിലും ഭാവി ജീവിതത്തിലും സ്വാധീനം ചെലുത്തുന്നു. ആളുകളുടെയും വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും കൂടെയും ഇങ്ങനെയുള്ള ആത്മാക്കൾ പ്രത്യക്ഷപ്പെടും. ഇവയൊക്കെയാണ് വിശ്വാത്മവാദം വാദിക്കുന്നത്. നമുക്കറിയാം, ഇവയൊന്നും തന്നെ ദൈവത്തിൽ നിന്നല്ല, സാത്താനും അവൻ ദുഷ്ടാത്മ സഭകളിൽ നിന്നുമാണ് ഈ നിലയിൽ ഉള്ളതായ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, പ്രതിഭാസങ്ങളൊക്കെ നടക്കുന്നത്. മനുഷ്യനെക്കാട്ടിൽ ഉയർന്ന രീതിയിൽ അല്ലെങ്കിൽ മനുഷ്യൻ നിർവചിക്കാൻ മേത്തതായ പല സംഗതികളും അമാനുഷ്യവും അസാധാരണവും അപൂർവമായ പല സംഗതികൾ
ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നത് എല്ലാം ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നും അവൻ്റെ ദൂതന്മാരിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരും എന്നുള്ള കാര്യം നാം അതിനെക്കുറിച്ച് ബോധ്യവാന്മാർ ആകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവയൊന്നും തന്നെ ദൈവത്തിൻ്റെ ശക്തിയോ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയോ അല്ല എന്നുള്ള കാര്യം നാം ചിന്തിക്കുമ്പോൾ, ആഴമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ ചിന്താഗതികളെയും ഇങ്ങനെയുള്ള വിഗ്രഹാരാധനപരമായ സംഗതികൾ, മനുഷ്യൻ ദൈവങ്ങളെ ആവാഹിച്ച് ആരാധിക്കുന്ന സംഗതികളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. ജ്ഞാനികളൊക്കെയാണ് ഇന്ന് ഇത്തരത്തിലുള്ളതായ പ്രതിഭാസങ്ങൾക്ക് അതിനെ ആരാധിക്കുകയും അതിന് മുൻതൂക്കം കൊടുക്കുകയും അവിടെ പൂജകളും അർപ്പണങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യത്തിലാക്കി മാറ്റി എന്ന് അപ്പോസ്തലനായ പൗലോസ് വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ദൈവത്തിൻ്റെ രൂപങ്ങളല്ല, മനുഷ്യൻ്റെ രൂപത്തിലും പക്ഷികൾ, നാൽക്കാലികൾ, ഇഴജാതികൾ എന്നിവയുടെ രൂപസാദൃശ്യത്തിൽ ആക്കി മാറ്റിക്കൊണ്ട് അവിടെ പൂജകളും അർപ്പണങ്ങളും ചെയ്യുന്നതായ പ്രക്രിയയെ അവിടെ ചോദ്യം ചെയ്യത്തക്ക രീതിയിലാണ് അപ്പോസ്തലനായ പൗലോസ് ജീവനുള്ള ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു എന്ന് നാം വായിക്കുന്നു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. പൈശാചിക രീതിയിൽ ശക്തിയാൽ ഉണ്ടാകുന്നതായ ചില അമാനുഷ്യ അത്ഭുതങ്ങളും മാത്രമല്ല അതിശയങ്ങളും അതുമൂലം സൃഷ്ടികളെ ഭജിക്കുന്നതായ മനുഷ്യൻ വിഗ്രഹാരാധകളായിട്ട് മാറിയുണ്ടായി. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതും അതിനെ ആരാധിക്കുന്നതും ദൈവം ആദ്യമേ വെറുക്കുന്നതായ വസ്തുതയാണ്. ദൈവീയ കൽപ്പനകളിൽ ഏറ്റവും പ്രമാദമായ കൽപ്പനയാണ് യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കുകയും അരുത്, അതിനെ നമസ്കരിക്കുകയും ചെയ്യരുത് എന്നുള്ളതായ കൽപ്പന. ബൈബിൾ വായിക്കുന്നവർ തന്നെയും പഠിപ്പിക്കുന്നവർ തന്നെയും ബൈബിൾ വിശ്വസിക്കുന്നവരും പ്രസംഗിക്കുന്നവരും പള്ളികളിൽ പോകുന്നവർ തന്നെയും ഏതെങ്കിലും രൂപത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകമായ രൂപത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുതയോ രൂപങ്ങളാക്കി വെച്ചുകൊണ്ട് അതിനോട് തിരിഞ്ഞു നിന്ന് ആരാധിക്കുകയും മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വിഗ്രഹാരാധനയുടെ പട്ടികയിൽ തന്നെ പെടും. ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. ബൈബിൾ ആ കാര്യത്തെ എതിർത്ത് ബൈബിളിലെ പഴയ നിയമവും പുതിയ നിയമവും സംസാരിക്കുന്നതായിട്ടാണ് നാം കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം തന്നെ ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതാണ്, സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആയിരിക്കുന്നു എന്നുള്ളത്. ദൈവം സർവ്വവ്യാപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂണിലും തുരുമ്പിലും അവൻ വസിക്കുന്നില്ല. എന്നാൽ ദൈവം എല്ലായിടത്തുമുണ്ട്, ദൈവീയ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധിയുടെയും നന്മയുടെയും നീതിയുടെയും പര്യായ പദമാണ് ദൈവം. ഇതെല്ലാം ഉപരിയായിട്ട് ദൈവം സ്നേഹമാണ്. ദൈവം നിഗ്രഹിക്കുന്നവനല്ല, എന്നാൽ അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ സഹായിക്കുന്നവനാണ്, അവൻ വീണ്ടെടുക്കുന്നവനാണ്. അവനാണ് ജീവനുള്ള ദൈവം. ആ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ജാതിമതഭേദമന്യേ സകലരെയും സ്നേഹിക്കുന്നു. ദൈവത്തെ ഏതെങ്കിലും മതത്തിൻ്റെയോ സഭയുടെയോ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ കൂട്ടത്തിൻ്റെയോ ആ ചുറ്റുവട്ടത്തിൽ അവിടെ അളന്ന് അവൻ നിർത്തുവാനായിട്ട് സാധ്യമല്ല. ദൈവം എല്ലാവർക്കും വേണ്ടിയുള്ളവരാണ്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം എല്ലായിടത്തുമുണ്ട്. പക്ഷേ അവൻ തൂണിലും തുരുമ്പിലും ഒരിക്കലും വസിക്കുന്നില്ല. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ദൈവം നിങ്ങളുമായിട്ടുള്ളതായ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ദൈവം നിങ്ങളെ മാടി വിളിക്കുന്നു, എന്നിലേക്ക് വരിക, എൻ്റെ സ്നേഹത്തിലേക്ക് വരിക. ആ സാത്താന്യ ദുഷ്ടാത്മാ ആയ ആ സാമ്രാജ്യത്തിൽ നിന്ന് വിട്ട് ദൈവരാജ്യത്തിലേക്ക്, ദൈവത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക്, എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരിക. അവിടെ നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് ദൈവം ഉദ്ഘോഷിക്കുന്നു. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞ ഒരു വാക്യമാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതൊരു മതത്തിന് വേണ്ടിയുള്ള വിളിയല്ലായിരുന്നു, സകലർക്കും വേണ്ടി വിളിയാണ്. അധ്വാനിക്കുന്നവരും ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ, അനേകതരത്തിലുള്ളതായ വ്യാധികളാലും വ്യതകളാലും വിഷമിക്കുന്നവർ കടന്നു വരുക, ദൈവത്തെങ്കിലേക്ക് വരുക.
അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് വേണ്ടി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ നാളിലും എൻ തുണയായി കർത്തനേശുവിൻ്റെ തണലിൽ കാത്തിടുന്ന തൻ്റെ കൃപയെ ഓർത്തിടും ഞാൻ നന്ദിയോടെ. എല്ലാ നാളിലും എൻ തുണയായി കർത്തനേശുവിൻ്റെ തണലിൽ കാത്തിടുന്ന തൻ്റെ കൃപയെ ഓർത്തിടും ഞാൻ നന്ദിയോടെ. എല്ലാ നാളിലും എൻ തുണയാ. പാപം പോക്കി എൻ്റെ ശാപം നീക്കി എന്നിൽ ആത്മശാന്തിയെ നൽകി. പാപം പോക്കി എൻ്റെ ശാപം നീക്കി എന്നിൽ ആത്മശാന്തിയെ നൽകി. സങ്കീർത്തനങ്ങളാലേ താഹളനാദമോടെ പാടിടാം അവന്ന സ്തുതിഗീതം, പാടിടാം അവന്ന സ്തുതിഗീതം. എല്ലാ നാളിലും എൻ തുണയാ. പ്രാണൻ പുൽകി പുതുജീവൻ നൽകി എൻ്റെ പാത കാട്ടിയ താതൻ. പ്രാണൻ പുൽകി പുതുജീവൻ നൽകി എൻ്റെ പാത കാട്ടിയ താതൻ. ഈ ദിവ്യ സ്നേഹമെന്നും എന്നോടു കൂടെ എന്നാൽ പാടിടാം അവന്ന സ്തുതിഗീതം, പാടിടാം അവന്ന സ്തുതിഗീതം. എല്ലാ നാളിലും എൻ തുണയാ കർത്തനേശുവിൻ്റെ തണലിൽ കാത്തിടുന്ന തൻ്റെ കൃപയെ ഓർത്തിടും ഞാൻ നന്ദിയോടെ. എല്ലാ നാളിലും എൻ തുണയാ കർത്തനേശുവിൻ്റെ തണലിൽ കാത്തിടുന്ന തൻ്റെ കൃപയെ ഓർത്തിടും ഞാൻ നന്ദിയോടെ. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.